ഞാൻ ഇവനെ അവിടെ ഇരുത്തി വലിച്ചു കീറിയ ഒരു സീക്വൻസ് ഉണ്ട്. അഖിലിന് ബാക്കി ഇത്രയും പേരും ഉണ്ട്. പക്ഷെ അങ്ങനെ പറയട്ടെ ഇവരെ ഇത്രയും പേരുണ്ട്. ഞാൻ അവിടെ ഇരുത്തി ഇവന്റെ, അതായത് ഇവൻ ഒരു മന്ത്രിക്കെതിരെയുള്ള കേസ് മുതൽ ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ട്, കാരണം ഈ മന്ത്രിക്കെതിരെയുള്ള കേസ് എന്തുവാണെന്നുള്ളത് അറിയാമല്ലോ. കാരണം ആർക്ക് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ആക്രമിച്ച്, അതൊരു വലിയ സംഭവമല്ല, മാസ സാധനമൊന്നുമല്ല. ഒരു ശക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് എതിർത്ത് മുന്നിൽ നിന്ന് എതിർത്ത് അങ്ങനല്ലല്ലോ, സോഷ്യൽ മീഡിയ കൂടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ഇവൻ അവിടെ എങ്ങനെയൊക്കെയാണോ ആളായി ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് തീർന്നത്, ആ കാര്യങ്ങൾ മൊത്തം പൊളിച്ചടിക്കിയ ഒരു സംഭവമുണ്ട്. ഇവ ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. ആ ബാക്കിയുള്ള ഇപ്പം അഖിൽമാരുടെ അടുത്ത് ചോദിച്ചാൽ ഒരു പക്ഷേ പറയത്തില്ലായിരിക്കും, പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അടുത്ത് ചോദിച്ചാൽ പറയും. എല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിക്കുന്ന ഒരു ഇതിലാണ്. റിയാസ് വരെ ഉണ്ട് അവിടെ, അതായത് എൻ്റെ കൂടെ പിന്നെ ചലഞ്ചറായിട്ട് കയറിയ റിയാസ് വരെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ അഖിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നേരെ ചെന്നിട്ട് ഇത് അവിടുത്തെ രണ്ടാമത്തെ നിലയുണ്ട്, മറ്റേ പുറത്തെ സൈഡിൽ രണ്ടാമത്തെ ഒരു നിലയുണ്ട്, ഡ്രസ്സൊക്കെ വരുന്നത്. അവിടെ ചെന്നൊരു ക്യാമറ ചെന്നിരുന്നിട്ട് ഒരു 1/2 മണിക്കൂർ പുള്ളി ഇതിന് ശേഷം ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. ആഫ്റ്റർ ദാറ്റ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ആ കൺഫെഷൻ റൂമിൽ വിളിച്ചത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ മാനസികമായിട്ട് പുള്ളി പീഡിപ്പിക്കപ്പെട്ടു, സോ അത്തരം രീതിയിൽ ഇനി നിൽക്കേണ്ട, കുറച്ച് തമാശ രീതിയിൽ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്തോന്നറിയാമോ, ഇത് അഖിലിന് വേണ്ടി ഒരുക്കുന്ന കളവാണ്. അഖിലിനെതിരെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, അവിടെ അഖിലിനെ പൊളിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. മനസ്സിലായി? കാരണം അഖിൽ അവിടെ പൊളിയുകയാണെങ്കിൽ ഗെയിം നടക്കും അവിടെ, മനസ്സിലായേ? അപ്പോൾ ആ രീതിയിൽ അഖിലിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കളം തന്നെയായിരുന്നു അത്. അപ്പോൾ അഖിലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അവിടെ, മനസ്സിലായേ? ഈ ചാനലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അഖിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു ക്യാപ്സൂൾ വന്നു കഴിഞ്ഞാൽ പുറത്തും ഇമ്പാക്റ്റ് മാറും. അയ്യോ അഖിൽ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരക്ഷരം പുള്ളിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എൻ്റെ ചോദ്യങ്ങൾക്ക്, മനസ്സിലായേ? ഞാൻ മീൻസ് ഇത് പേഴ്സണൽ ചോദ്യങ്ങളല്ല, ഗെയിം പരമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലി സ്നേഹമുള്ള ആളാണ്, പുള്ളിക്ക് തിരിച്ചു എന്നോട് സ്നേഹമുള്ള ആളാണ്. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അങ്ങോട്ടോട്ട് വാക്തർക്കങ്ങളുണ്ടായി, ഇതൊക്കെ ആശയങ്ങളുടെ ഇതാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം ഗെയിമാണ്, പുള്ളിയുടെ ഗെയിമിനെ നമ്മൾ ഇല്ലാതാക്കിയൊരു സമയമുണ്ട് അവിടെ. ഇത് പുറത്തു വന്നാൽ പുള്ളി നേരെ താഴെ പോവും. ഈ സാധനം പക്ഷെ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത് അഖിലിന് വേണ്ടി ഒരുക്കിയ ഒരു കളവാണ്. പക്ഷെ അഖിൽമാരാര് ഇപ്പോഴത്തെ ഒരു ലൈവ് വീഡിയോയിൽ വന്ന് പറയുന്നത് കുറെ ആൾക്കാരെ ഫേവർ ചെയ്യാൻ ശ്രമിക്കുന്നു ബിഗ് ബോസ്. പക്ഷെ ആ സമയത്ത്, അതായത് അഖിൽമാരാറിന്റെ ആ സീസണില് അഖിൽമാരാർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അഖിൽമാരാര് പറയുന്നത് എന്നെ വിളിച്ചിട്ട് എനിക്ക് എല്ലാം കൈകൊണ്ട് തരുമായിരുന്നാണ് വിചാരിക്കുന്നത്. അല്ല, എന്നെ വിളിച്ചിട്ട് മറ്റേ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനൊന്നും വഴങ്ങിയിട്ടില്ല, എനിക്കെതിരെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നില്ല. അതൊരിക്കലും സംഭവമല്ല. കാരണം നമ്മളും അതിനകത്ത് നിന്ന ആളാണ്. വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവങ്ങളും അവിടെ നടക്കത്തില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കാരണം നമ്മൾ നിന്നിട്ടുള്ള അതിനകത്ത്.